പ്രിയപ്പെട്ട കൂത്തുപറമ്പ് മണ്ഡലം നിവാസികളെ, എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. എല്ലാ ആൾക്കാരുടെ ഇടയിലേക്കും എനിക്ക് നേരിട്ട് എത്തിപ്പെടുക എന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്കായി എന്റെ ആശയങ്ങൾ പങ്കിടുകയാണ്. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ആർക്കാണ് വിജയസാധ്യത എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഓരോ തിരഞ്ഞെടുപ്പിനും പരാജയപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അങ്ങനെ വോട്ട് ചെയ്ത് വഞ്ചിക്കപ്പെട്ട, പരാജയപ്പെട്ടു പോയ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാനും. ആ നിലയ്ക്ക് നിങ്ങളും ഞാനും ഒരുപോലെ വ്യവസ്ഥിതിയുടെ ഇരകളാണ്. ഇനി നമുക്ക് ജയിക്കണം. അതിനായി നമ്മൾ ഒരുമിക്കണം. നൂതനമായ ആശയമുള്ള മനുഷ്യർക്ക് മാത്രമേ കാലഹരണപ്പെട്ട ഈ സമൂഹത്തെ മാറ്റാനാകൂ. ഒരു തലമുറയെ മനുഷ്യത്വത്തിലേക്കും ശാസ്ത്ര സാങ്കേതിക സാമൂഹിക വികാസത്തിലേക്കും നയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. എന്റെ പേര് റഫീദ്. ഞാൻ നമ്മുടെ സ്വന്തം കൂത്തുപറമ്പ് സ്വദേശിയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദധാരിയാണ് ഞാൻ. എന്തിനാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ എന്റെ ജീവിതം തന്നെയാണ് അതിനുള്ള മറുപടി. ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ കുടിച്ചായിരുന്നു എന്റെ ബാല്യം. മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച് ഓലമേഞ്ഞ ഒരു കൊച്ചു വീട്ടിൽ വൈദ്യുതിയോ വെള്ളമോ കൃത്യമായ ശൗചാലയ സൗകര്യങ്ങളോ പോലുമില്ലാതെ വർഷങ്ങളോളം എനിക്കും കുടുംബത്തിനും കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും ഈ മണ്ണിൽ സ്വന്തം പേരിൽ ഒരു സെന്റ് ഭൂമി പോലും എനിക്കില്ല. എന്റെ പ്രിയപ്പെട്ട പിതാവിന് ഗുരുതരമായ രോഗം ബാധിച്ചപ്പോഴാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും വെറും പ്രഹസനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് പണം കണ്ടെത്തിയാണ് അന്ന് ചികിത്സ നടത്തിയത്. ജോലി നഷ്ടപ്പെട്ട ഘട്ടത്തിൽ അതിജീവനത്തിനായി റോഡ് വശത്ത് സർബത്ത് കച്ചവടം നടത്തിയും വീടുകൾ തോറും കുടകൾ വിറ്റും ഫുട്പാത്തിൽ കച്ചവടം ചെയ്തും ഞാൻ മുന്നോട്ടു പോയി. ഒരു ബിരുദധാരിയായ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ സഹോദരങ്ങൾ അതിജീവനത്തിനായി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കുന്നു. ഈ ബോധ്യമാണ് സാധാരണക്കാരന്റെ ശബ്ദമായി മാറാൻ എന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്. ജാതി മത രാഷ്ട്രീയ വിവേചനങ്ങൾ കാരണം സമൂഹത്തിൽ മാനസികമായ ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വവും സ്നേഹവും നിറഞ്ഞ സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മനുഷ്യരെ ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, പട്ടികജാതി വോട്ട് എന്നൊക്കെ വോട്ട് ബാങ്കുകളായി വിഭജിച്ചു നിർത്തുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് മാറി പൗരബോധമുള്ള സർവ്വ മനുഷ്യരെയും തുല്യരായി കാണാൻ പഠിപ്പിക്കുന്ന ഒരു സാമൂഹ്യ മനഃശാസ്ത്രം ഒരുക്കേണ്ടത് വരും തലമുറയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ ഈ നാട്ടിൽ നടപ്പിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുകയാണ്. എന്റെ പ്രധാന ആശയങ്ങൾ: സൗജന്യ റിസ്ക് ഫണ്ട്. 1 കോടി രൂപയുടെ സൗജന്യ റിസ്ക് ഫണ്ട് എല്ലാ പൗരന്മാർക്കും അനുവദിക്കുക. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അവർക്ക് ആത്മഹത്യ എന്ന ചിന്ത ഉണ്ടാകരുത്. സൗജന്യ ഇൻഷുറൻസ്. എല്ലാ കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക. ചികിത്സാ സഹായം. ഇൻഷുറൻസ് ലഭിക്കാനിടയില്ലാത്ത കടുത്ത രോഗബാധിതരായ ആളുകളുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ. സാങ്കേതിക വിദ്യാഭ്യാസം, തൊഴിൽ. യുവതീ യുവാക്കൾക്ക് നൂതനമായ ലോകോത്തര നിലവാരമുള്ള സൗജന്യ സാങ്കേതിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. അതിനനുയോജ്യമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് എല്ലാവർക്കും തൊഴിൽ നൽകുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. നിലവിലുള്ള കാലഹരണപ്പെട്ട വ്യവസ്ഥകൾ മാറ്റി ആവശ്യപ്പെടുന്ന എല്ലാവർക്കും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു ലെറ്റർ മാത്രം വാങ്ങി 3 ദിവസത്തിനുള്ളിൽ അർഹരാക്കി മാറ്റുക. ഭവന പദ്ധതി. വീടും സ്ഥലവും എടുക്കാൻ 15 ലക്ഷം രൂപ സഹായം. വീട് ജനങ്ങളുടെ ഇഷ്ടമുള്ള പ്ലാൻ അനുസരിച്ച് നിർമ്മിക്കാം. സുരക്ഷാ സംവിധാനം. അക്രമങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള മോചനം ഉറപ്പുവരുത്തും. അതിനായി 24 മണിക്കൂറും എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന പോലീസ് സംവിധാനം ഏർപ്പെടുത്തുക. ഗാർഹിക പീഡന വിരുദ്ധ നടപടി. സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ എന്നിവർ നേരിടുന്ന ഗാർഹിക പീഡനങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ആഴ്ചയും വനിതാ പോലീസുകൾ ഉൾപ്പെടെ വീടുകൾ സന്ദർശിക്കുകയും കൗൺസിലിംഗ് നൽകുകയും ചെയ്യുക. നിയമനിർമ്മാണം. വർഗീയ വിദ്വേഷങ്ങൾക്കും അക്രമാഹ്വാനങ്ങൾക്കും അന്ധവിശ്വാസ ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരിക. മിനിമം വേതനം. നമ്മുടെ നാട്ടിൽ 8000 രൂപ മുതൽ തുച്ഛമായ വേതനത്തിൽ അടിമകളെപ്പോലെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട മനുഷ്യരുണ്ട്.
മിനിമം വേതനം 30,000 രൂപയാക്കി മാറ്റുക എന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. പ്രവാസി പുനരധിവാസം സ്വന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിട്ട് ഉപജീവനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ജനിച്ച മണ്ണിൽ തന്നെ തുടരാൻ ആവശ്യമായ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തും. സ്വന്തമായി ഓട്ടോ എടുത്ത് ഉപജീവനം നടത്തുന്ന എല്ലാ ഓട്ടോ തൊഴിലാളികളുടെയും വാഹന ഇൻഷുറൻസ് സർക്കാർ ഏറ്റെടുത്ത് അടച്ച് തൊഴിലാളികൾക്ക് സൗജന്യമാക്കാനുള്ള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. ജനകീയ അധികാരം. ജനങ്ങളാണ് പരമാധികാരികൾ. സർക്കാരിന്റെ ഏത് പദ്ധതിയും ജനങ്ങൾ അനുവാദം തരാതെ നടപ്പിലാക്കരുത്. ഭരണത്തിൽ ജനകീയ ഇടപെടൽ ഉറപ്പാക്കും. സ്നേഹ സദസ്സുകൾ. ജാതി മത രാഷ്ട്രീയ വിവേചനമില്ലാതെ മനുഷ്യർക്കിടയിൽ സൗഹൃദ സദസ്സുകൾ രൂപീകരിക്കും. എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ ഒന്നാണെന്ന് ഇതിലൂടെ ബോധ്യപ്പെടുത്തും. തെരുവുനായ ശല്യം. ഈ നൂറ്റാണ്ടിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം തെരുവുനായ ശല്യമാണ്. വെറും 1000 കോടി രൂപ മാറ്റിവെച്ചാൽ നിസ്സാരമായി പരിഹരിക്കാനാകുന്ന ഈ വിഷയത്തിൽ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. റോഡ് നിർമ്മാണ നിയമം. അനാവശ്യമായ ഇടയ്ക്കിടെയുള്ള റോഡ് നിർമ്മാണങ്ങൾക്ക് പകരം 10 വർഷം മിനിമം വാറന്റി ഉറപ്പുവരുത്തുന്ന റോഡ് നിർമ്മാണ നിയമങ്ങൾ നടപ്പിലാക്കുക. 10 വർഷത്തേക്ക് ആ റോഡിനു വേണ്ടി ജനങ്ങളുടെ ഖജനാവിലെ പണം നൽകില്ല. അടിസ്ഥാന സൗകര്യം. റോഡുകൾ, പാലങ്ങൾ എന്നിവ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ പണി കഴിപ്പിക്കുക. ഖജനാവ് സംരക്ഷണം. പൊതുഖജനാവിലെ പണം സർക്കാരിന്റെ അനാവശ്യ പരസ്യങ്ങൾക്ക് അനുവദിക്കരുത്. ജനസേവനത്തിനായി മാത്രം പണം ഉപയോഗിക്കാനുള്ള നിയമനിർമ്മാണം നടത്തുക. വ്യക്തി സ്വാതന്ത്ര്യം. ഓരോ വ്യക്തിക്കും സ്വതന്ത്രമായി മറ്റാരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ സമാധാനപരമായി ജീവിക്കാനാകുന്ന അവസ്ഥ ഉണ്ടാക്കുക. ലഹരി വിമുക്ത ഗവൺമെന്റ്. ലഹരി, ലോട്ടറി ഉപയോഗത്തിലൂടെ പണം കണ്ടെത്തുന്നത് പതുക്കെ കുറച്ചുകൊണ്ടുവരിക. സർക്കാർ ജനങ്ങളെ കുടിപ്പിച്ച് പണം കണ്ടെത്തുന്നവരാകാതിരിക്കുക. ഡിജിറ്റൽ സേവനം. കുട്ടികൾ ജനിക്കുന്നത് മുതൽ എല്ലാ രേഖകളും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് സൂക്ഷിക്കുക. സേവനങ്ങൾക്ക് ഫോട്ടോ കോപ്പികൾക്കായി ഓടാതെ വിരലടയാളം വഴി വിവരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഒരുക്കുക. ലഘൂകരിച്ച ആനുകൂല്യങ്ങൾ. എല്ലാ സർക്കാർ ആനുകൂല്യ വ്യവസ്ഥകളും ലഘൂകരിച്ച് പൗരനെ സ്വതന്ത്രനാക്കുക. ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള, മനുഷ്യത്വമുള്ള ഒരു സർക്കാർ മാത്രം മതി. പാഴായിപ്പോകുന്ന അനാവശ്യ പദ്ധതികൾ കൊണ്ടുവന്ന് സാധാരണക്കാരിൽ എത്താതെ പാഴായിപ്പോകുന്ന ആയിരക്കണക്കിന് കോടികൾ നേരായ വഴിയിൽ ഉപയോഗിക്കാൻ ആം ആദ്മി സർക്കാരിന് കഴിയുമെന്നത് ഡൽഹിയിലും പഞ്ചാബിലും തെളിയിക്കപ്പെട്ടതാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങൾ ഒരിക്കലും ഭരണകൂടത്തിന്റെ അടിമകളല്ല. പ്രത്യയശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയ അടിമത്വത്തിന്റെയും കീഴിൽ നിന്നും മോചനം നേടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മനുഷ്യത്വവും പരസ്പര സ്നേഹവുമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം എന്ന് തിരിച്ചറിയുക. ആ വിശ്വാസത്തോടെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഓരോ വോട്ടും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ എനിക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വലിയ പ്രചാരണങ്ങൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. അങ്ങനെ നടത്തണമെങ്കിൽ വൻകിട മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങണം. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ അവിടെ ഇരകളായി തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്കാകില്ല. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും എനിക്കായി പ്രചരണം നടത്തണം. നാളത്തെ തലമുറയ്ക്കായി നമുക്ക് ഒരുമിക്കാം. വെറും പ്രഹസനമായി മത്സരിക്കാൻ ഇറങ്ങിയതല്ല, കൃത്യമായ ആശയങ്ങളോടുകൂടി ഇവിടെ ജയിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ്. 2 ലക്ഷത്തോളം വോട്ടുകളുള്ള ഈ മണ്ഡലത്തിൽ 70,000 വോട്ടുകൾ കിട്ടിയാൽ എനിക്ക് നിങ്ങളുടെ പ്രതിനിധിയാകാൻ കഴിയും എന്ന വിശ്വസ്തയോടെ നിങ്ങളിൽ ഒരാൾ.